റിപ്പബ്ലിക് ദിന ക്യൂസിലെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പരിചയപ്പെടാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം. 2024 ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്? 75ാമത്. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത്? 1950 ജനുവരി 26-ന്. 2024 റിപ്പബ്ലിക് ദിനത്തിൻ്റെ വിഷയം എന്താണ്? ജനാധിപത്യത്തിൻ്റെ മാതാവ്, വികസിത ഭാരതം, ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി ആൻഡ് വികസിത് ഭാരത്, ഡെവലപ്ഡ് ഇന്ത്യ. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന എത്രാമത്തെ ഫ്രഞ്ച് നേതാവാണ് ഇമ്മാനുവൽ മാക്രോൺ? 6ാമത്തെ. 2023 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആരാണ്? അബേദൽ ഹത്ത അൽ സീസി. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? അഹമ്മദ് സുകാർണോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്ന്. റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്? റെസ് പബ്ലിക്ക. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജനക്ഷേമ രാഷ്ട്രം. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാഷ്ട്രപതി ഭവനിലെ രാജ്പത്തിൽ. റിപ്പബ്ലിക് ദിന പരേഡിന് രാജ്പത്ത് വേദിയായി തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? 1955. റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് ദ ട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ്? വിജയ് ചൗക്ക്. റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത്? 21 ഗൺ സല്യൂട്ടുകൾ. റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഗവർണർ. റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ്? ധീരതാ പുരസ്കാരം. റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിക്കുന്നത് എവിടെയാണ്? ഇന്ത്യ ഗേറ്റ്. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-ന്. 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമായ 1947 മുതൽ 1950 വരെയുള്ള കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ? ജോർജ് നാലാമൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാൻ നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതാണ്? വേവൽ പ്ലാൻ 1945. ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യമേത്? ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആമുഖം. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്തനായ ചിത്രകാരൻ ആരാണ്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ്? 1949 നവംബർ 26-ന്. ദേശീയ നിയമദിനം എന്നാണ്? നവംബർ 26. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല? ഹുബ്ലി, കർണാടക. ഇന്ത്യയുടെ ദേശീയ മുദ്ര? സിംഹമുദ്ര. ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങളുണ്ട്? 4. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം? 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം? സത്യമേവ ജയതേ. സത്യമേവ ജയതേ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപി. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് ഏത് ഉപനിഷത്തിൽ നിന്നാണ്? മുണ്ടകോപനിഷത്ത്. ദേശീയ ഗാനം രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ.
വന്ദേ മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. സാറേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും ഭരണഘടന അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ജനഗണമന ആദ്യമായി ആലപിച്ചതാരാണ്? സരളാദേവി ചതുറാണി. ജനഗണമന ചിട്ടപ്പെടുത്തിയത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താണ്? അശോകസ്തംഭം. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്? സാൻ മരീനോ. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്? നൗറു. റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പ്ലേറ്റോ. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? സക്കീർ ഹുസൈൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യ രാഷ്ട്രപതി ധീരയായ ഒരു ദളിത് പെൺകുട്ടിയായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ സ്വപ്നത്തിലെ പെൺകുട്ടി രാഷ്ട്രപതിയായാൽ ഞാൻ അവളുടെ സേവകനായിരിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ. 1931 മുതൽ 1947 വരെ ത്രിവർണ പതാകയിലെ മധ്യത്തിലെ അശോക ചക്രത്തിനു പകരം എന്തായിരുന്നു? ചർക്ക. ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട്? 13. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ രചിച്ചതാരാണ്? വെങ്കിട്ട സുബ്ബറാവു. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 ഏത് ദിവസമായിരുന്നു? വ്യാഴാഴ്ച. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കൂടാതെ റിപ്പബ്ലിക് ഡേ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൽ ഒന്ന് കയറി നോക്കുക. അപ്പോൾ അതിനായിട്ട് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിന് കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.